ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നല്ല മിടുക്കരായിട്ടാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. സ്കൂളിലെ ക്ലാസ്സുകളും വേദപാഠ ക്ലാസ്സുകളുമൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? പപ്പയും അമ്മയും ഒക്കെ പറയുന്നത് അനുസരിച്ച് നല്ല മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ എന്തായിരുന്നു പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചല്ലേ? എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്. എങ്ങനെയായിരുന്നു? പാട്ടുപാടിയും പ്രാർത്ഥന ചൊല്ലിയും ഒക്കെയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് അല്ലേ? എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് കൈകൂപ്പി പിടിക്കണേ. സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഒച്ചത്തിൽ ഏറ്റുചൊല്ലണം കേട്ടോ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളായി വളരുവാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്നാണല്ലേ പഠിച്ചത്. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ പരിപാലിക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കിയേ. എങ്ങനെയൊക്കെ ആയിരിക്കാം? ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ടല്ലേ. നമ്മളെ പരിപാലിക്കുന്നില്ലേ? ഉണ്ട്. എങ്ങനെയാണ്? ശ്വസിക്കാൻ വായു നൽകിക്കൊണ്ട്. ഈ വായുവില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എത്ര നേരം അവിടെ കിടക്കാൻ പറ്റും? അപ്പോഴേ നമ്മൾ മരിച്ചു പോകും അല്ലേ? വേഗം നീന്തി പുറത്ത് വരും അല്ലേ? അപ്പോൾ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും നമുക്ക് വായുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആരാണ് ഈ വായു നമുക്ക് തന്നിരിക്കുന്നത്? നല്ലവനായ ദൈവമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തേ, ഈ വായു മാത്രം മതിയോ? പോരാ അല്ലേ? കുടിക്കാൻ വെള്ളം വേണം, ധരിക്കാൻ വസ്ത്രം വേണം അല്ലേ? നിങ്ങളുടെ പപ്പയും അമ്മയും ഒക്കെ പുതിയ പുതിയ ഉടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിത്തരാറില്ലേ? ഉടുപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പിന്നെ എന്താ, വിശക്കുമ്പോൾ എന്ത് ചെയ്യും? വിശക്കുമ്പോൾ നമുക്ക് ആഹാരം വേണം അല്ലേ? ഈ ചിത്രം നിങ്ങൾ നോക്കിയേ, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ്. പഴങ്ങൾ. പിന്നെ നിങ്ങളുടെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കിക്കേ, എന്തൊക്കെ പഴങ്ങളാണ് ഉള്ളത് അല്ലേ? ഇതെല്ലാം ആരാ നിങ്ങൾക്ക് നൽകിയത്? നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകിയത്. അപ്പോൾ ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും ഉടുപ്പുകളും പിന്നെ ഈ ഭക്ഷണ സാധനങ്ങൾ മാത്രം മതിയോ നമുക്ക്? പോരാ അല്ലേ? പിന്നെ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? വീട് വേണം അല്ലേ? നല്ല വീട് നമുക്ക് വേണം. അതാരാ തന്നേക്കുന്നത്? അതും നമ്മുടെ ദൈവമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരായി നല്ല ജോലിയൊക്കെ വേണം. അതിനെന്ത് വേണം? സ്കൂള് വേണം, ടീച്ചർമാർ വേണം, നമുക്ക് കൂട്ടുകാർ വേണം അല്ലേ? ഇതൊക്കെ ആരാ തന്നേക്കുന്നത്? ഇതെല്ലാം നമ്മുടെ സ്നേഹമുള്ള ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകിയത് അല്ലേ? അങ്ങനെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാമോ? എന്തൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? ശ്വസിക്കാൻ വായു, കുടിക്കാൻ വെള്ളം, ഭക്ഷിക്കാൻ ആഹാരം, ധരിക്കാൻ വസ്ത്രം, താമസിക്കാൻ നല്ല വീട്, പഠിക്കാൻ നല്ല സ്കൂളുകൾ അല്ലേ? ഇതെല്ലാം ദൈവം നമുക്ക് നൽകി. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറയണ്ടേ? ദൈവത്തെ നമുക്ക് സ്തുതിക്കണ്ടേ? നമുക്കൊരു പാട്ട് പാടിയാലോ? ഈ പാട്ട് കേട്ട് നിങ്ങൾ ഇതിനോടൊപ്പം ഒരുമിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. കർത്താവേ, നിൻ സ്തുതി പാടും
അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുമിച്ച് നിങ്ങൾ പാടിയോ? പാടിയല്ലേ? ഈ പാട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള പാട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ പാട്ട് പാടിയാണ് ദൈവത്തെ സ്തുതിച്ചത് അല്ലേ. ഇനി നമുക്ക് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലി ദൈവത്തെ സ്തുതിച്ചാലോ? നമുക്ക് നൽകിയ കഴിവുകളെ ഓർത്ത്, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഓരോന്നേറ്റു പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഓരോ കഴിവുകളും സിസ്റ്റർ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? ദൈവമേ സ്തുതി എന്ന് പറയണം. എന്താ പറയണ്ടേ? ദൈവമേ സ്തുതി എന്ന്. ശ്വസിക്കാൻ വായു തന്നതിന് ദൈവമേ സ്തുതി. പഠിക്കാൻ ബുദ്ധി തന്നതിന് ദൈവമേ സ്തുതി. ഭക്ഷിക്കാൻ ആഹാരം തന്നതിന് എന്താ പറയുന്നേ? ദൈവമേ സ്തുതി. ഞങ്ങളെ സ്നേഹിക്കാനായി നല്ല മാതാപിതാക്കളെ തന്നതിന് ദൈവമേ സ്തുതി. ഞങ്ങൾക്ക് താമസിക്കാൻ നല്ല വീട് തന്നതിന് ദൈവമേ സ്തുതി. അപ്പോഴിങ്ങനെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ, അതായത് ദൈവം നൽകിയ ഓരോ നന്മകൾ, ഓരോ കഴിവുകൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഇത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയ ദൈവം നല്ലവനല്ലേ? നല്ല ദൈവമല്ലേ? നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം അല്ലേ? അപ്പോൾ ഈ നല്ല ദൈവത്തെക്കുറിച്ചുള്ള ഒരു വചനം നമുക്ക് പഠിച്ചാലോ? പഠിക്കാം അല്ലേ? സിസ്റ്റർ വചനം പറയാം, നിങ്ങൾ ഏറ്റുപറയണം കേട്ടോ. സങ്കീർത്തനം 135:3. ഒന്നുകൂടെ പറഞ്ഞേ. സങ്കീർത്തനം 135:3. കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. പറഞ്ഞേ. കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. ഈ വചനം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം കേട്ടോ. എന്നിട്ട് പപ്പയെയും അമ്മയെയും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം. പഠിക്കുവോ? പഠിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? മുത്തുകൾ കോർത്ത് ഒരു മാല ഉണ്ടാക്കാനാണെന്ന്. അപ്പോൾ ഈ മുത്തുകൾക്കൊക്കെ ഓരോ കളറ് കൊടുക്കണം. നിങ്ങൾ കളറ് കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാമോ? ദൈവമേ സ്തുതി എന്ന് പറയണം. ഓരോ മുത്തിനും കളറ് കൊടുക്കുമ്പോൾ എന്ത് പറയണം? ദൈവമേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ മുത്തിന് കളറ് കൊടുക്കാൻ. ഇന്ന് തന്നെ അത് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇന്ന് തന്നെ ചെയ്യുമോ? ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച ഓർക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം അല്ലേ? എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? പാട്ട് പാടിയും പ്രാർത്ഥന ചൊല്ലിയും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ദൈവം നൽകിയ നന്മകളെ ഓർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. പിന്നെ നമ്മൾ ഏത് വചനമാണ് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്? സങ്കീർത്തനം 135:3. കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ, ഞങ്ങളെ എപ്പോഴും പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. കുഞ്ഞുമക്കളായ ഞങ്ങൾക്ക് ഒത്തിരി കഴിവുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ചതിന് നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ